ആദിവാസി ഭൂമി കൈമാറ്റം ചെയ്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതി. സർവേ റിപ്പോർട്ട് ഉടൻ ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി താജുദ്ദീൻ ചേർന്നുണ്ട്. താജുദ്ദീൻ, വിശദാംശങ്ങൾ. സൗമ്യ, പാലക്കാട് ജില്ലയിലെ ആദിവാസികൾക്ക് ലഭ്യമാക്കേണ്ട ഭൂമി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും റവന്യൂ മന്ത്രി അടൂർ പ്രകാശും ചേർന്ന് കൈമാറ്റം ചെയ്യുന്നുവെന്ന ഹർജിയിലാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയത്. പാലക്കാട് ജില്ലയിലെ കോട്ടത്തറയിൽ വ്യാപകമായി ആദിവാസി ഭൂമി റിസോർട്ട് മാഫിയയ്ക്ക് കൈമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കപ്പെട്ടത്. തൃശൂർ സ്വദേശി PD ജോസഫാണ് ഇക്കാര്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് കായൽ ഭൂമി കൈമാറിക്കൊണ്ട് അതിന് പകരമായി പാലക്കാട് ജില്ലയിലെ ഷോളയാറിൽ തുച്ഛമായ വിലയുള്ള ഭൂമി സർക്കാരിന് പകരമായി നൽകിയ നടപടിയും പിന്നിലും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിക്കും ഇടപെടലുണ്ട് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിന് പരാതി സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഇടപെടലുണ്ടായതുകൊണ്ടാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനോട് സംസ്ഥാനത്തെ ആദിവാസി ഭൂമി സർവേയുടെ വിശദാംശങ്ങൾ കോടതിയിൽ അടിയന്തരമായി ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗമ്യ, താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ആദിവാസി ഭൂമി കൈയേറ്റം ചെയ്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതി. സർവേ റിപ്പോർട്ട് ഉടൻ ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി നൽകിയ സർക്കാർ ഉത്തരവ് റദ്ദാക്കി. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 750 ഏക്കറാണ് ഹോപ്പ് പ്ലാന്റേഷന് കൈമാറിയത്. സൗജന്യ അരി വിതരണം തടസ്സപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മെത്രാൻകായൽ, കരുണ എസ്റ്റേറ്റ്, സന്തോഷ് മാധവന്റെ കമ്പനിക്ക് ഭൂമി നൽകിയത് തുടങ്ങിയ വിവാദ ഉത്തരവുകൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി നൽകിയ സർക്കാർ ഉത്തരവും റദ്ദാക്കിയത്. ഉത്തരവിനെതിരെ ഭരണപ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. ഉത്തരവ് റദ്ദാക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും മുഖ്യമന്ത്രിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് 750 ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ് മന്ത്രിസഭായോഗം ഉത്തരവ് റദ്ദാക്കിയത്. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി നൽകിയാൽ മറ്റ് പ്ലാന്റേഷനുകൾക്കും സമാന രീതിയിൽ ആവശ്യം ഉന്നയിക്കാൻ കഴിയുമെന്നും അത് സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. സൗജന്യ അരി വിതരണം തടസ്സപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ നിയമ നടപടിക്ക് പോകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തടസ്സം നീക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ സമീപിച്ചിരുന്നെങ്കിലും മറുപടി വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ AGയുടെയും നിയമവകുപ്പ് സെക്രട്ടറിയുടെയും നിയമോപദേശവും സർക്കാർ തേടിയിരുന്നു. നിലവിൽ 1 രൂപയ്ക്ക് നൽകിയിരുന്ന അരി സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ബജറ്റിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല എന്നുള്ളതാണ് സർക്കാർ വാദം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഏകപക്ഷീയമായ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് KM മാണി UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. സീറ്റ് വിഭജനം ഫോണിലൂടെ നടത്തിയതിലുള്ള അതൃപ്തി ജോയ് എബ്രഹാം UDF നേതൃത്വത്തെ അറിയിച്ചു. സീറ്റ് വിഭജനത്തിൽ INTUCയോടുള്ള അവഗണന തിരുത്തിയില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ മത്സരിക്കുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. ഒരു സീറ്റ് അധികം നൽകണമെന്ന KM മാണിയുടെ ആവശ്യം കോൺഗ്രസ് തള്ളിയിരുന്നു. അധിക സീറ്റ് നൽകാനാകില്ലെന്ന് ദില്ലി ചർച്ചകൾക്കിടെ കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. ഏകപക്ഷീയമായി ഫോണിൽ വിളിച്ചറിയിക്കുകയും ചെയ്തതിലെ പ്രതിഷേധമാണ് UDFന്റെ അന്തിമ സീറ്റ് വിഭജന ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന് KM മാണി പ്രകടിപ്പിച്ചത്. പൂഞ്ഞാർ സീറ്റിനെ ചൊല്ലി കോട്ടയം DCC അധ്യക്ഷൻ ടോമി കല്ലാനി നടത്തുന്ന പരസ്യ പ്രസ്താവനയിലും മാണിക്ക് അതൃപ്തിയുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത ജോയ് എബ്രഹാം മാണിയുടെ പ്രതിഷേധം UDF നേതൃത്വത്തെ അറിയിച്ചു. അത് നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഘടകകക്ഷിയുടെ ഒരു പ്രാദേശിക നേതാവ് അതിനെതിരായിട്ട് അപസ്വരങ്ങൾ പറയുന്നത് ശരിയല്ല. ആ വിവരം KPC പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് INTUC നേതാക്കളെ പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമവും ഫലം കണ്ടില്ല. 18ലധികം മണ്ഡലങ്ങളിൽ INTUC തനിച്ചു മത്സരിക്കും. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും INTUC തീരുമാനിച്ചു. അന്ന് 14 ജില്ലാ പ്രസിഡന്റുമാർ കൂടി തീരുമാനിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. UDFന്റെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. 2, INTUCക്ക് അർഹത അനുസരിച്ചുള്ള പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ നോമിനേഷൻ കൊടുക്കും. ഇതാണ് തീരുമാനം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC അധ്യക്ഷനുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കർശന നിലപാടുമായി മുന്നോട്ടു പോകാനുള്ള INTUC തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. UDFന്റെ ഭരണത്തിൽ സഭയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന് കാതോലിക്ക ബാവ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭ ഒരു വ്യക്തിയെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നും ബാവ വ്യക്തമാക്കി. ഒരുപാട് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അത് വസ്തുതയാണ്.
അതിപ്പം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്റ്റേജ് അവർ സ്വയം എടുക്കുന്നൊരു ഞങ്ങളുടെ എല്ലാ വോട്ടർമാരും അവനവൻ്റേതായ ഒരു നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് പോകുകയുള്ളൂ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, സമദൂര സിദ്ധാന്തമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളെ ഞങ്ങളെ കരുതുന്നു എന്നുള്ളവരോട് ഞങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാകാനാണ് സാധ്യത. നമ്മളൊരു പരസ്യമായിട്ട് അത് ആഘോഷിക്കുന്നുമില്ല, പറയുന്നുമില്ല. നമ്മൾ ഓർത്തഡോക്സ് സഭയെ പരിഗണിക്കണമെന്നുള്ള അതിനപ്പുറം വിട്ടൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾ അത്രേ പറഞ്ഞുള്ളൂ. ഇന്ന ആൾക്ക് കൊടുക്കുകയെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് തപ്പി നോക്കിയപ്പോൾ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ ഓർത്തഡോക്സുകാരനായിട്ട്. ദേശീയ ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് പുറത്ത്. ദേശീയ ഗെയിംസ് നടത്തിപ്പിന്റെ പേരിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി CAG കണ്ടെത്തി. സ്റ്റേഡിയം നിർമ്മാണം മുതൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങിയതിൽ വരെ കോടികളുടെ അഴിമതി കണ്ടെത്തി. ഗെയിംസിനായി വിലയ്ക്ക് വാങ്ങിയ എയർ കണ്ടീഷണറുകൾ കാണാനില്ലെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി കോടികൾ ചെലവഴിച്ചതിൽ വൻ നഷ്ടം സംഭവിച്ചുവെന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. ഗെയിംസിന് ശേഷവും കായിക താരങ്ങൾക്ക് പരിശീലനം നൽകണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് 1,50,00,000 രൂപ ചെലവഴിച്ചെങ്കിലും കരാർ പാലിക്കപ്പെട്ടില്ല. കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിനു വേണ്ടി 10.71 കോടി ചെലവഴിച്ചതിലും CAG ക്രമക്കേട് കണ്ടെത്തി. ശാസ്ത്രീയ പഠനം നടത്താതെ വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി സ്വിമ്മിംഗ് പൂൾ നവീകരിച്ചതിനാൽ ഇവിടം ഉപയോഗശൂന്യമാവുകയും മത്സരവേദി മാറ്റേണ്ടി വന്നതിനാൽ 8 കോടി രൂപ സർക്കാരിന് അധികം ചെലവഴിക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വൻ ക്രമക്കേട് പുറത്തുവന്ന സാഹചര്യത്തിൽ CBI വീണ്ടും അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. ഇവിടെ യാതൊരു അഴിമതി ഉണ്ടായില്ലെന്നും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ സർക്കാരിനോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കായിക മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അന്ന് പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇപ്പോൾ പുറത്തുവന്ന ഈ റിപ്പോർട്ട് അനുസരിച്ച് സംഘാടനത്തിൽ നിരവധി പിഴവുകളും അനാവശ്യമായ ചെലവുകളും ഉൾപ്പെടെ നിരവധി ക്രമക്കേടുകളുണ്ട് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. റൺ കേരള റൺ നടത്തിയതുവഴി 10 കോടി രൂപ സർക്കാരിന് നഷ്ടം സംഭവിച്ചുവെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. 30 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കേണ്ടതിന് പകരം എയർ കണ്ടീഷണറുകൾ വിലയ്ക്ക് വാങ്ങിയതിലൂടെ നഷ്ടം സംഭവിച്ചുവെന്നും വാങ്ങിയ AC-കൾ എവിടെ പോയെന്ന് കാണാനില്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്ക് ഭക്ഷണ വിതരണത്തിന് ടെൻഡറില്ലാതെ കരാർ നൽകുക വഴി 26 ലക്ഷം രൂപ നഷ്ടമായി. ഗെയിംസ് നടത്തിപ്പിന് ശേഷം മിച്ചം വന്ന 20 കോടി രൂപ സ്വകാര്യ അക്കൗണ്ടിൽ സൂക്ഷിച്ചതായും CAG കണ്ടെത്തിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിക്ക് സമാനമായി ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പിലും കോടികളുടെ ക്രമക്കേട് നടന്നതായാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. CAG റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് KM ഉമേഷ്. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി വ്യാപകമാക്കിയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് ഇടതുമുന്നണിയുടെ നയമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനിരോധനം പ്രായോഗികമല്ലെന്നും പിണറായി കോഴിക്കോട്ട് പറഞ്ഞു. ആന്റണി സർക്കാരിന്റെ ചാരായ നിരോധനം തുടർന്നു വന്ന ഇടതുമുന്നണി സർക്കാർ പുനഃസ്ഥാപിച്ചില്ലെന്നും പിണറായി പറഞ്ഞു. ഞങ്ങൾ മദ്യവർജനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മദ്യവർജനം എന്ന് പറഞ്ഞാൽ മദ്യവർജന സമിതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം സമിതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ഞങ്ങളൊരിക്കലും മദ്യം പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചാലുണ്ടാകാനിടയുള്ള അത്യാപത്ത് ഭയന്നുകൊണ്ട് തന്നെയാണ് മദ്യവർജനം എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അതിൽ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന്റെ യശസ് തകർത്തെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിവാദങ്ങളും തർക്കങ്ങളുമാണ് UDF സർക്കാരിന്റെ മുഖമുദ്രയെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. മതനിരപേക്ഷത തകർക്കാനുള്ള BJP ശ്രമത്തെ തകർക്കുകയും അഴിമതി വിമുക്ത കേരളം കെട്ടിപ്പടുക്കുകയുമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ UDF ഭരണം ജനങ്ങൾക്കൊരു ശാപമായി മാറിയിരിക്കുകയാണ്. ഇവിടെ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഭൂരിപക്ഷം മന്ത്രിമാർ അഴിമതി ആരോപണത്തിന് വിധേയമായ ഒരു മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 18 മന്ത്രിമാർക്കെതിരായിട്ടാണ് വിവിധ രൂപത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നിയമസഭക്കകത്തും പുറത്തും കോടതിക്കകത്തും
ഉയർന്നു വന്നിട്ടുണ്ട്. ലിബിയയിൽ മലയാളി IT ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ കൊളത്തോയിൽ നെല്ലുവേലിൽ ജോസഫിന്റെ മകൻ റജി ജോസഫിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ആൽദിവാൻ IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് റജി. മലയാളിയായ IT ഉദ്യോഗസ്ഥന്റെ മോചനവും കാത്തിരിക്കുകയാണ് കൂരാച്ചുണ്ട് നെല്ലിവേലിൽ ജോസഫിന്റെ കുടുംബം. മാർച്ച് 31 മുതലാണ് ജോസഫിന്റെ മകൻ റജി ജോസഫിനെ ലിബിയയിലെ ട്രിപ്പോളിയിൽ നിന്ന് കാണാതാകുന്നത്. 2 വർഷമായി ലിബിയയിലുള്ള റജി ആൽദിവാൻ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സർക്കാർ പ്രൊജക്ടായ സിവിലിയൻ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ജോലിക്കിടെയാണ് റജിയെയും മറ്റു 3 പേരെയും കാണാതാകുന്നത്. തന്റെ സഹോദരന് അപായം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന വിവരമാണ് അവസാനം ലഭിച്ചതെന്നും പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ലെന്നും റജിയുടെ സഹോദരൻ പറയുന്നു. ഇവിടുന്ന് വീണ്ടും ന്യൂസ് വന്ന് ആള് സേഫാണ്, കുഴപ്പമില്ല മീൻസ് എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇന്റലിജൻസ് അവരുടെ കീഴിലാണ് ആളുള്ളത്. എല്ലാവരും 4 പേര് ഒരുമിച്ചാണുള്ളത്. ആൾക്ക് അപായം സംഭവിച്ചിട്ടില്ല, ഇത്രയും മാത്രം. നേരത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് ഭീഷണികൾ ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷ നൽകുമെന്ന കമ്പനി അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് റജി വീണ്ടും ജോലിയിൽ തുടർന്നത്. മുഖ്യമന്ത്രി, വിദേശകാര്യ മന്ത്രാലയം, MP-മാർ എന്നിവർ മുഖേന മോചനത്തിനായി ശ്രമം നടത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ മകന്റെ ജീവന് ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയിലാണ് റജിയുടെ കുടുംബവും ഒപ്പം ഒരു ഗ്രാമവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കള്ളപ്പണക്കാരുടെ വിശദാംശങ്ങൾ ഉള്ള പാനമ രേഖകളിൽ മലയാളിയും സിംഗപ്പൂരിലുള്ള തിരുവനന്തപുരം സ്വദേശി ജോർജ് മാത്യുവിന്റെ പേരാണ് പുറത്തുവന്നത്. ചാർട്ടേഡ് അക്കൌണ്ടന്റായ ജോർജ് മാത്യുവിന് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡുകളിലെ കമ്പനികളുടെ പേരിൽ കള്ളപ്പണ നിക്ഷേപമുള്ളതായാണ് രേഖകളിലുള്ളത്. സിംഗപ്പൂരിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ ജോർജ് മാത്യുവാണ് പാനമ രേഖകളിൽ ഉൾപ്പെട്ട മലയാളി. അനധികൃത നിക്ഷേപത്തിന് സഹായമൊരുക്കുന്ന പാനമയിലെ നിയമസഹായ സ്ഥാപനം മൊസാക് ഫോർസേക്കയുടെ പുറത്തായ രേഖകളിൽ ജോർജ് മാത്യുവിന്റെ കേരളത്തിലെയും സിംഗപ്പൂരിലെയും വിലാസമുണ്ട്. എന്നാൽ 12 വർഷമായി വിദേശത്ത് താമസിക്കുന്ന തനിക്ക് ഇന്ത്യയിലെ നികുതി നിയമങ്ങളോ RBI ചട്ടങ്ങളോ ബാധകമല്ല എന്നാണ് ജോർജ് മാത്യുവിന്റെ വിശദീകരണം. അതേസമയം പാനമ രേഖകൾ പുറത്തുവന്നതോടെ വിവിധ രാജ്യങ്ങൾ ഇതു സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. 2G സ്പെക്ട്രം അഴിമതിയിൽ ഇടനിലക്കാരിയായ നീര റാഡിയയ്ക്ക് മൊസാക് ഫോർസേക്കയുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട്. നേരത്തെ പുറത്തുവന്ന രേഖകളിൽ സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചന്റെയും ഐശ്വര്യ റായിയുടെയും പേരുകളുണ്ടായിരുന്നു. എന്നാൽ ഒരിടത്തും കള്ളപ്പണ നിക്ഷേപം ഇല്ലെന്നാണ് ഇരു താരങ്ങളുടെയും വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാനമ കമ്പനികളിൽ ഭാര്യയ്ക്ക് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന വാർത്ത പുറത്തായതോടെ ഐസ്ലൻഡ് പ്രധാനമന്ത്രി സിഗ്മണ്ടർ ഡേവിഡ് ഗൺലോക്സൺ രാജിവെച്ചു. പാനമ രേഖകളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ രാജി തേടി വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ മന്ത്രിസഭ പിരിച്ചുവിടണമെന്ന് ഗൺലോക്സൺ നേരത്തെ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നായിരുന്നു രാജി. പാനമ രേഖകൾ പുറത്തുവന്നതിന് ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണിത്. വിദേശത്ത് കമ്പനി രൂപീകരിച്ച് ദശലക്ഷക്കണക്കിന് ഡോളർ ഇടപാട് ഗാംഗ്ലൌഡ്സൺ നടത്തിയതായി പാനമ രേഖകളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ആവശ്യം തള്ളിയ പ്രധാനമന്ത്രി പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മുന്നണിയിലെ സഖ്യകക്ഷികളോട് ആലോചിച്ച ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നായിരുന്നു പ്രസിഡന്റ് ഒലിവോ റാഗ്നർ ക്രിംസന്റെ നിലപാട്. ഇതേ തുടർന്നാണ് ഗാൻലോക്സന്റെ രാജി. വ്യാഴാഴ്ച പാർലമെന്റിൽ പ്രതിപക്ഷം അവിശ്വാസം അവതരിപ്പിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി പിരിച്ചുവിടൽ നീക്കം നടത്തിയത്. രാജി ആവശ്യപ്പെട്ട തലസ്ഥാനമായ റെയ്ക്യാവിക്കിൽ വൻ പ്രതിപക്ഷ പ്രകടനം നടന്നിരുന്നു. വിൻഡ്രീസ് എന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ സഹോടമയാണ് ഗാംഗ്ലൌഡ്സൺ എന്ന വിവരമാണ് പാനമ രേഖകളിൽ പുറത്തുവന്നത്. രേഖകൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ ഭാര്യയും കമ്പനിയുടെ ഉടമയാണ്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള കുടുംബസ്വത്ത് നികുതി വെട്ടിച്ച് സൂക്ഷിച്ചു എന്നാണ് ഗൺലോക്സനെതിരായ ആരോപണം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ നികുതി വെട്ടിപ്പെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാനമ രേഖകൾ പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഐസ്ലൻഡ് പ്രധാനമന്ത്രിയുടെ രാജി. ഇന്റർനാഷണൽ ഡെസ്ക്. കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സജീവ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലപ്പുഴയിലെ 14-കാരനും ചിലത് പറയാനുണ്ട്. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും രാഷ്ട്രീയത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഈ സ്കൂൾ വിദ്യാർത്ഥി പറയുന്നത്. സംസ്ഥാന മന്ത്രിയെക്കുറിച്ചും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്ക് ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ചുമായിരുന്നു എബി എന്ന ഈ കൊച്ചുമിടുക്കന്റെ ആദ്യ പ്രതികരണം. ഭരിച്ച മന്ത്രിമാരുടെ ഒരു അഴിമതി കെട്ട ഒരു മുഖമാണ് ഈ 5-ാം വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ വരുന്ന സരിത കേസിന്റെ അഭിയോഗം, ഇതുകൂടെ തന്നെ KM മാണിയുടെ പേരിൽ ബാർക്കോര. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഇതൊക്കെ ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ മന്ത്രിമാരുടെയും പേരിൽ ആരോപണമുണ്ട്. ഭൂരിഭാഗം മന്ത്രിമാരുടെ പേരിൽ ആരോപണമുള്ളതാണ്. അതിൽ ഒരാളാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. മന്ത്രി KC ജോസഫിന്റെ പേരിൽ ആരോപണങ്ങളില്ലേ? കോടതിയെ വിമർശിച്ചതിന്റെ പേരിൽ ഒരാരോപണമായില്ലേ?
മന്ത്രി കെ ബാബുവിൻ്റെ പേരിലുണ്ട്, കെ മാണിയുടെ പേരിലുണ്ട്. അങ്ങനെ ഓരോ മന്ത്രിമാരെ എടുത്തു പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും പേരിൽ ആരോപണങ്ങളുണ്ടാവും. ഇതൊക്കെ ഇവരുടെ തെരഞ്ഞെടുപ്പിനെയാണ് ബാധിക്കാൻ പോകുന്നത്. ജില്ലയിലെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചും കുട്ടി വാചാലനായി. നിയോജക ആലപ്പുഴ നഗരസഭയിൽ 25 വാർഡുകളും മണ്ണഞ്ചേരി, ആര്യാട്, മാരാരിക്കുളം വടക്ക്, മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിക്കുന്നതാണ് ആലപ്പുഴ നിയോജകമണ്ഡലം. ഇതിലെ പഞ്ചായത്തിലെ 4 പഞ്ചായത്തുകളും LDF ശക്തി കേന്ദ്രങ്ങളാണ്. ഇതിലെ ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ ഡിവിഷനിലും ഒക്കെ LDF തന്നെ ഒന്നാം സ്ഥാനത്തെത്തി. പിന്നെ നഗരസഭയിൽ 25 വാർഡ്, നഗരസഭയിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വാർഡിന്റെ വ്യത്യാസം UDF ആണ്. 25 വാർഡിൽ 13 വാർഡുകളിൽ UDF-ഉം 12 വാർഡിൽ LDF-ഉം ആണ്. നഗരസഭയിൽ LDF തന്നെ കിട്ടും. തോമസ് ഐസക് സ്ഥാനാർത്ഥിയുള്ള നഗരസഭ LDF-ന്റെ കയ്യിൽ തന്നെ വരും. അമ്പലപ്പുര മണ്ഡലത്തിലെ ഈ നഗരസഭ ബാക്കിയുള്ള വാർഡുകൾ അല്ലെങ്കിൽ അമ്പലപ്പുര മണ്ഡലത്തിന്റെ കീഴിലാണ്. നഗരസഭയിലെ ഭരണം അത് വെച്ച് നോക്കുമ്പോൾ UDF-നാണ്. പുന്നപ്പുറ വടക്ക്, പുന്നപ്പുറ തെക്ക്, അമ്പലപ്പുര വടക്ക്, അമ്പലപ്പുര തെക്ക്, പിന്നെ പുറക്കാട് പഞ്ചായത്തുകളാണ്. അല്ലെ പുറക്കാട് പഞ്ചായത്ത് ആലപ്പുഴ നഗരസഭയാണ് ഇപ്പോൾ UDF-ന്റെ കീഴിലുള്ളത്. ബാക്കിയുള്ള 4 പഞ്ചായത്ത് LDF-ന് കൂടെ ഉള്ളതാണ്. അല്ലെ പുറക്കാട് പഞ്ചായത്ത് നഗരസഭ LDF-ന് കൂടെ തന്നെ വരും. ഈ സാധനം തന്നെ ഉള്ളതല്ല. 10 പഞ്ചായത്തുകൾ 7 പഞ്ചായത്തുകൾ LDF-ന്റെ കീഴിലുള്ളതാണ്. 3 പഞ്ചായത്തുകൾ UDF-നൊപ്പം. ആ 7 പഞ്ചായത്തുകളും UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തും കൂടി ചേർത്ത് 8 പഞ്ചായത്തുകൾ ആരിഫ് MLA-ക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ബാക്കി 2 പഞ്ചായത്തുകൾ നിസാൻ ലീഡിങ്ങിലും കിട്ടുമെന്നാണ്. 10 പഞ്ചായത്തുകൾ ആരിഫ് MLA കൂടെ തന്നെ നിൽക്കും. ഒടുവിൽ BJP BDJS ബന്ധത്തെക്കുറിച്ചും കുട്ടി വിലയിരുത്തി. SNDP-യുടെ പരിവർത്തനം ചിലവർ BDJS-നെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു, ചിലർ പിന്തുണയ്ക്കുന്നില്ല. പലരും വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ആരോപണം ഉയർത്തുകയാണ്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാനില്ല. BDJS മത്സരിച്ചാൽ അത് BJP-ക്ക് ഒരു ഗുണമായിരിക്കാം. ചിലപ്പോൾ ബാക്കിയുള്ള ഇല്ല BDJS-ന് BJP-യിൽ നിന്ന് ഒരു ഗുണവും കിട്ടില്ല. അത് അവർ നാളെ ഒരു കാലത്ത് മനസ്സിലാക്കിക്കോളും. അവരത് ഭൂരിഭാഗം SNDP സമുദായ അംഗങ്ങൾക്ക് പോലും അതിൽ എളുപ്പമുണ്ട്. ചില അംഗങ്ങൾ മാത്രമാണ് രൂപീകരിക്കുന്നതിൽ സമ്മർദ്ദം കാട്ടിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ഷൈബു കെ ജോണിന്റെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ നവീകരിച്ച ഊട്ടി ഷോറൂം ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബ്രാഞ്ചും ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം തമന്നയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലെ ബഡുഗയിലെ നിർധനരായ കുട്ടികൾക്കായി സ്കൂൾ തുടങ്ങുമെന്ന്, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണ വായ്പയ്ക്ക് 7 ദിവസത്തേക്ക് പലിശ ഈടാക്കില്ല. മോഡേൺ ഡിസ്ട്രോ പോലീസ് ഏർപ്പെടുത്തിയ മികച്ച കർഷകർക്കുള്ള വൈറൺ കർഷക അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് അവാർഡ് ദാനം നിർവഹിച്ചു. സമകാലിക പശ്ചാത്തലത്തിൽ കൃഷിയെയും കൃഷിക്കാരെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞാണ് മോഡേൺ ഡിസ്ട്രോ പോലീസ് കർഷക അവാർഡുകൾ വിതരണം ചെയ്തത്. വൻ ആയുധശേഖരവുമായി 3 പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നതായി ഇന്റലിജൻസ് ബ്യൂറോ. പഞ്ചാബ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിലെ വൻ നഗരങ്ങൾ ആക്രമിക്കാനാണ് ഭീകരർ ലക്ഷ്യമിടുന്നതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. സന്തോഷ് ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സന്തോഷ്, ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ. സൗമ്യ, ദില്ലി, മുംബൈ, ഗോവ എന്നീ നഗരങ്ങളിൽ ആക്രമണ ലക്ഷ്യം വെച്ച് 3 പാക് തീവ്രവാദികൾ ആയുധം നിറച്ച കാറിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇന്റലിജൻസിൽ നിന്നും പഞ്ചാബ് പോലീസിന് ലഭ്യമായത്. പഞ്ചാബ് പോലീസ് ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഈ വിവരം കൈമാറുകയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാര നിറത്തിലുള്ള ഷെയർ കാറിലാണ് 3 തീവ്രവാദികളും അപ്പോൾ തദ്ദേശീയരായ 2 പേരും ഉണ്ട് എന്നുള്ള വിവരമാണ് ഇന്റലിജൻസ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന നഗരങ്ങൾ, അതോടൊപ്പം തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ദേശീയ പാത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം കനത്ത ജാഗ്രതയിലാണ്. അതിനാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വാഹന പരിശോധനയുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗമ്യ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്തിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. ലീലയുടെ പബ്ലിസിറ്റി ക്ലിയറൻസിന് വേണ്ട രേഖകളൊന്നും ചേംബറിൽ ഹാജരാക്കാതെയാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നാരോപിച്ച് രഞ്ജിത്ത് കോടതിയെ സമീപിച്ചത്. ലീലയ്ക്ക് പബ്ലിസിറ്റി ക്ലിയറൻസ് നൽകില്ലെന്ന് ഫിലിം ചേംബർ എവിടെയും പറഞ്ഞിട്ടില്ല. ചേംബറിനെ കരിവാരിത്തേക്കാനുള്ള രഞ്ജിത്തിന്റെ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.